നമ്മളുണ്ടല്ലോ ഈ അഡാപ്റ്റർ ഇതെനിക്ക് എങ്ങനെ സെറ്റ് ആക്കാന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എളുപ്പവഴി ആരെങ്കിലും ഉണ്ടോന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂട്ടിയാൽ മതി ഇത്. അപ്പൊ ഇവിടെ ശരിക്കും നമുക്ക് അഡാപ്റ്റർ ഇടണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡാപ്റ്റർ ഇടണം എന്തായാലും. മാസ്ക് ടൈപ്പ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ട തേച്ച് പഴയൊരു വീട് വെട്ടിപ്പൊളിയാണ്. ശരിക്കും ഇടണം, കാരണം അത് കഴിഞ്ഞൊരു പുട്ടിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ബോക്സിൽ പൊടിയും കാര്യങ്ങളും അപ്പൊ എന്തായാലും ഇടണം. അപ്പൊ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ഇടണമെന്ന് കാണിച്ചു തരാം. ഇതിന് എളുപ്പവഴി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഇനി ഇടാത്തവർക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എളുപ്പവഴിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് എടുക്കുകയും ചെയ്യാം. അപ്പൊ നമ്മള് സാധാരണ ആദ്യമായിട്ട് നമ്മളെ ഇതിന്റെ ചുറ്റോറ് നമ്മൾ മാസ്ക് ടൈപ്പ് പൊതിയും. ഫ്രണ്ട് മാത്രം പൊതിയില്ല കേട്ടാ. നോക്കൗട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ കണ്ട ഈ ഒരു നോക്കൗട്ടിന്റെ 3 നോക്കൗട്ട് മാത്രമാണ് നമുക്ക് ആവശ്യം. അത് നമ്മൾ എടുത്തിട്ട് ആദ്യം മാസ്ക് ടൈപ്പ് പൊതിയും, ഫ്രണ്ട് മാത്രം ഒഴിച്ചിട്ട്. ഇതേപോലെ ഉണ്ടല്ലോ, നമ്മള് കംപ്ലീറ്റ് പൊതിഞ്ഞിട്ട് 3 നോക്കൗട്ട് കളഞ്ഞ് നേരെ വെച്ചിട്ട് നമ്മുടെ അഡാപ്റ്ററിന്റെ ഉള്ളില് അടയ്ക്കുന്ന ഭാഗമുള്ളൂ അത് വെച്ചിട്ട് ഓരോ പഞ്ചിങ്. അങ്ങനെയാണ് നമ്മൾ നോക്കൗട്ടിന്റെ ആ പേപ്പർ, മാസ്ക് ടൈപ്പിന്റെ പേപ്പർ കളയണത്. എന്നിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യണത്. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അഡാപ്റ്റർ സെറ്റ് ആക്കി കഴിഞ്ഞാലേ അടിയിലേക്ക് വരുന്ന ഭാഗമാണെങ്കിൽ നമ്മൾ ഈ ഒരു 3 ഉണ്ടല്ലോ മാസ്ക് ടൈപ്പ് വെച്ച് കവർ ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ട് അടയ്ക്കാനായിട്ട്. മതി, അത് അടിയിരിക്കുന്നില്ല, മുകളിലേക്ക് അത് വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്തത്. അപ്പൊ അത് നമ്മള് ഫ്രണ്ടും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ ഇതിന് എളുപ്പവഴി ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരമായിട്ട് നമ്മൾ ചെയ്യണ ഓരോ വീഡിയോകളും ചെയ്യാത്തവരും ചെയ്ത് പഠിക്കണ്ടേ. അപ്പൊ ഓക്കെ.